PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 21-ാം തീയതി നടക്കാനിരിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുത്ത സാധ്യതാ ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഈ ചോദ്യങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇതിന് മുന്നേ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ MLTയുടെ എല്ലാം ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണേ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദ സൊല്യൂഷൻ യൂസ്ഡ് ടു ഫിക്സ് എ പാപ്പ് സ്മിയർ ഈസ്. ദ സൊല്യൂഷൻ യൂസ്ഡ് ടു ഫിക്സ് എ പാപ്പ് സ്മിയർ, ഒരു പാപ്പ് സ്മിയർ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണ്? ഏതാ? സൈറ്റോസ്പ്രേ ആണ് കേട്ടോ, സൈറ്റോസ്പ്രേ ആണ് ദ സൊല്യൂഷൻ യൂസ്ഡ് ടു ഫിക്സ് എ പാപ്പ് സ്മിയർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഓർഗനൽ നോൺ ആസ് പ്രോട്ടീൻ ഫാക്ടറി ഓഫ് സെൽ. നമ്മുടെ സെല്ലിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഓർഗനൽ ഏതാണ്? പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ഏതാ? റൈബോസോം ആണ്. റൈബോസോം ആണ് പ്രോട്ടീൻ ഫാക്ടറി ഓഫ് അവർ സെൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദ സ്റ്റെയിനിങ് മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ടു സ്റ്റെയിൻ ആൻഡ് കൗണ്ട് റെട്ടിക്കുലോസൈറ്റ്സ്. അതായത് റെട്ടിക്കുലോസൈറ്റ്സിനെ സ്റ്റെയിൻ ചെയ്യാനും കൗണ്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ് ആണ് കേട്ടോ, സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ് ആണ് റെട്ടിക്കുലോസൈറ്റ്സിനെ സ്റ്റെയിൻ ചെയ്യാനും കൗണ്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡ്, സൂപ്രാവൈറ്റൽ സ്റ്റെയിനിങ്. The chief pigment associated with photosynthesis is. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ചീഫ് പിഗ്മെന്റ് ഏതാണ്? ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ. എല്ലാവർക്കും അറിയുന്നതാ, ക്ലോറോഫിൽ എ ആണ് ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ചീഫ് പിഗ്മെന്റ്. നെക്സ്റ്റ്, if a patient's blood pressure is 150/96 mm of Hg, his pulse pressure is. അപ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ BP നമുക്ക് തന്നിട്ടുണ്ട് 150/96 mm of Hg എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പൾസ് പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 54 ആണ് വരിക, 54. നെക്സ്റ്റ്, ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ഇൻസെക്ട് ഈസ് കോൾഡ്. ഇൻസെക്റ്റിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? വിസർജനാവയവം. ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് വെയിൻ ഫോർ സാമ്പിൾ കളക്ഷൻ ഫോർ ബ്ലഡ് ഗ്യാസ് അനലൈസിസ് ബൈ അനലൈസർ. ബെസ്റ്റ് വെയിൻ ഏതാണ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഫോർ സാമ്പിൾ കളക്ഷൻ ഫോർ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. ബ്ലഡ് ഗ്യാസ് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് വെയിൻ ഏതാണ്? ഏതാ? ആർട്ടീരിയൽ വെയിൻ ആണ്. ആർട്ടീരിയൽ വെയിൻ ആണ് ദ ബെസ്റ്റ് വെയിൻ ഫോർ സാമ്പിൾ കളക്ഷൻ ഫോർ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ബൈ അനലൈസർ. അടുത്തത്, വിച്ച് സെൽ വിൽ ഹെൽപ്പ് അസ് ടു ഐഡൻറ്റിഫൈ ദി കളേഴ്സ്. കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെല്ല് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെല്ല് ഏതാണ്? കോൺ സെൽസ് ആണ് കേട്ടോ, കോൺ സെൽസ് ആണ് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെല്ല്. ദ സെൽ ഏതാണ്? കോൺ സെൽസ്. കോൺ സെൽസ് വിൽ ഹെൽപ്പ് അസ് ടു ഐഡൻറ്റിഫൈ ദി കളേഴ്സ്. അടുത്തത്, ഹൈപ്പോതലാമസ് ഈസ് അതർവൈസ് നോൺ ആസ്. ഹൈപ്പോതലാമസ് അറിയപ്പെടുന്ന പേരെന്താണ്? മാമിലറി റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്, മാമിലറി റീജിയൻ. വിച്ച് ഈസ് ദ തിയറി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ്സ് ആൻഡ് ബേസസിൻ്റെ തിയറി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ദ തിയറി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്? അറേനിയസ് തിയറി ആണ് കേട്ടോ, അറേനിയസ് തിയറി. അടുത്ത ചോദ്യം, റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് മൈക്രോസ്കോപ്പ്. ഏത് മൈക്രോസ്കോപ്പിലാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്? റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് മൈക്രോസ്കോപ്പ്? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലാണ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്.
പൈസം സറ്റൈവം ബിലോങ്സ് ടു ദി ഫാമിലി. പൈസം സറ്റൈവം ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്? ഫാബേസിയെ ഫാമിലിയിലാണ് പൈസം സറ്റൈവം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട്സ് ഈച്ച് കിഡ്നീസ് ഈസ്. എന്താണ്? ഓരോ കിഡ്നിയെയും സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? റീനൽ ക്യാപ്സ്യൂൾ ആണ്. റീനൽ ക്യാപ്സ്യൂൾ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട്സ് ഈച്ച് കിഡ്നി ഈസ് റീനൽ ക്യാപ്സ്യൂൾ. ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ദ അറ്റ്മോസ്ഫറിക് കോൺസെൻട്രേഷൻ ഓഫ്. എന്തിൻ്റെ അറ്റ്മോസ്ഫറിക് കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്? സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ അറ്റ്മോസ്ഫറിക് കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ദി ഇൻക്രീസ് ഇൻ ദി അറ്റ്മോസ്ഫറിക് കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്. അടുത്തത്, മാസ് ഓഫ് ലിവിങ് മാറ്റർ അറ്റ് എ ട്രോഫിക് ലെവൽ ഇൻ ആൻ ഏരിയ അറ്റ് എനി ടൈം ഈസ് കോൾഡ്. എന്താ? മാസ് ഓഫ് ലിവിങ് മാറ്റർ അറ്റ് എ ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവലുള്ള മാസ് ഓഫ് ലിവിങ് മാറ്റർ ഇൻ ആൻ ഏരിയ അറ്റ് എനി ടൈം, ഏത് സമയത്തുമുള്ള മാസ് ഓഫ് ലിവിങ് മാറ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ക്രോപ്പ് ആണ്. സ്റ്റാൻഡിങ് ക്രോപ്പ്. വിച്ച് പിപ്പറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൗണ്ടിങ് സ്പേംസ്. സ്പേംസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിപ്പറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പേംസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിപ്പറ്റ് എന്ന് പറയുന്നത് WBC പിപ്പറ്റ് ആണ്. WBC പിപ്പറ്റ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ യൂസ്ഡ് ഇൻ മലോയ് ആൻഡ് എവ്ലിൻ മെത്തേഡ് ഓഫ് ബിലിറൂബിൻ എസ്റ്റിമേഷൻ. ഇതാണ് ബിലിറൂബിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള മലോയ് ആൻഡ് എവ്ലിൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഏതാണ്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കൊബാൾട്ട് സൾഫേറ്റ് ആണ്. കൊബാൾട്ട് സൾഫേറ്റ്. All the mitochondria present in a cell are collectively called. ഒരു സെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ മൈറ്റോകോൺട്രിയനെയും കൂടെ ചേർത്ത് പറയുന്നത് എന്താണ്? കോൺട്രിയോം എന്നാണ് പറയുന്നത്. കോൺട്രിയോം. All the mitochondria present in a cell are collectively called കോൺട്രിയോം. PCR stands for PCR. PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. പോളിമറേസ് ചെയിൻ റിയാക്ഷൻ, അതാണ് PCR എന്ന് പറയുന്നത്. വിച്ച് വെക്റ്റർ ഈസ് യൂസ്ഡ് ടു ഡെലിവർ ജീൻ ഇൻ അനിമൽ സെൽ. വിച്ച് വെക്റ്റർ ഈസ് യൂസ്ഡ് ടു ഡെലിവർ ജീൻ ഇൻ അനിമൽ സെൽസ്. അനിമൽ സെല്ലിൽ ജീൻ ഡെലിവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെക്റ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസാംഡ് റിട്രോവൈറസസ് ആണ്. ഡിസാംഡ് റിട്രോവൈറസസ് ആണ് ദ വെക്റ്റർ ഈസ് യൂസ്ഡ് ടു ഡെലിവർ ജീൻ ഇൻ എൻ അനിമൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസാംഡ് റിട്രോവൈറസസ്. ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ എക്സ്. ഫാക്ടർ എക്സിൻ്റെ ഡെഫിഷ്യൻസി ആണ് കൺജെനിറ്റൽ ഇൻസഫിഷ്യൻസി. കൺജെനിറ്റൽ ഇൻസഫിഷ്യൻസി. അടുത്ത ചോദ്യം, പോളിസൈത്തീമിയ ഈസ് the diagnosis in the case of. Polycythemia is diagnosis in the case of. ഏതിൻ്റെ കേസിലാണ്? ഹൈ HB വാല്യൂ ഉണ്ടാവുമ്പോഴാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്ന ഡയഗ്നോസിസ്. ഓക്കെ, പോളിസൈത്തീമിയ ഈസ് ഡയഗ്നോസിസ് ഇൻ ദ കേസ് ഓഫ് ഹൈ HB വാല്യൂ. ഹീമോഗ്ലോബിൻ്റെ വാല്യൂ കൂടുമ്പോൾ. അടുത്തത്, ദ FRC പാരാമീറ്റർ ഇൻ ഹെമറ്റോളജി അനലൈസർ മെഷേഴ്സ്. എന്താണ്? ദ FRC പാരാമീറ്റർ ഇൻ ഹെമറ്റോളജി അനലൈസർ മെഷേഴ്സ് schistocytes. Schistocytes. Cell wall deficient bacteria have no definite shape. They are known as. അപ്പോൾ എന്താ? സെൽ വാൾ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയ, അതിന് എന്തുണ്ടായിരിക്കില്ല? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കില്ല. അതിന് പറയുന്ന പേരാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ. സെൽ വാൾ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ദേ ആർ നോൺ ആസ് മൈക്കോപ്ലാസ്മ. അടുത്ത ചോദ്യം, ദ ടൂൾ ഫോർ ട്രാൻസ്ഫറിങ് ആൻഡ് സ്ട്രീക്കിംഗ് കൾച്ചേഴ്സ് ഈസ്. എന്താണ്? കൾച്ചേഴ്സിൻ്റെ ട്രാൻസ്ഫറിങ്ങിനും സ്ട്രീക്കിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഇനോക്കുലേറ്റിംഗ് ലൂപ്പാണ്. ഇനോക്കുലേറ്റിംഗ് ലൂപ്പ്. ദ ടൂൾ ഫോർ ട്രാൻസ്ഫറിങ് ആൻഡ് സ്ട്രീക്കിംഗ് കൾച്ചേഴ്സ് ഈസ് ഇനോക്കുലേറ്റിംഗ് ലൂപ്പ്. ഇനോക്കുലേറ്റിംഗ് ലൂപ്പ്. അടുത്തത്, ല്യൂക്കോസൈറ്റ്സ് പ്രസൻറ്റ് ഇൻ നോർമൽ CSF. നോർമൽ CSFൽ പ്രസൻ്റ് ആയിട്ടുള്ള ല്യൂക്കോസൈറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ CSFൽ പ്രസൻ്റ് ആയിട്ടുള്ള ല്യൂക്കോസൈറ്റ്സ് ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. ഓക്കെ, ലിംഫോസൈറ്റ് ആണ് ദ ല്യൂക്കോസൈറ്റ്സ് പ്രസൻറ്റ് ഇൻ നോർമൽ CSF. അടുത്തത്, നെയിം ദ റിയേജൻറ്റ് യൂസ്ഡ് ഇൻ സയൻ മെത്തമോഗ്ലോബിനോ മെത്തേഡ്.
നെയിം ദ റിയേജൻ യൂസ്ഡ് ഇൻ സയൻ മെത്തമോഗ്ലോബിൻ മെത്തേഡിൽ യൂസ് ചെയ്തിട്ടുള്ള റിയേജൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സയൻ മെത്തമോഗ്ലോബിൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറയുന്നത് ഡ്രാപ്കിൻസ് സൊല്യൂഷൻ ആണ്. ഡ്രാപ്കിൻസ് സൊല്യൂഷൻ. The zone of biosphere reserve where limited human activities allowed. The zone of biosphere reserve where limited human activities allowed is called buffer zone. Buffer zone എന്നാണ് പറയുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഈ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്